ആഫ്റ്റർ മാരേജ് പഠിച്ച ലെസൺ എന്താ വെച്ചാൽ ജോളി ലോസ് അങ്ങനെയല്ല, ജോലി ദേഹം കണ്ട, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ തേക്കി റിവീലിംഗ് അവർ ഡിന്നർ സീക്രട്സ് ആൻഡ് വെയിറ്റ് ലോസ്. എങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യണ്ട, ചെയ്തില്ലെങ്കിൽ പോലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാലേ സംഭവം എന്ന് വെച്ചാൽ മോർണിംഗ് ഈറ്റ് ലൈക്ക് എ കിങ്, ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ഈറ്റ് ലൈക്ക് എ മാൻ, നൈറ്റ് ഈറ്റ് ലൈക്ക് എ ബെഗർ. അതാണ്. അപ്പം ബെഗർ പാൽ കുടിക്കുന്ന അറിഞ്ഞൂടാ, പക്ഷേ കുഴപ്പമില്ല. ഒരു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു ഇംഗ്ലീഷാണല്ലോ ഇത്, എവിടെ കിട്ടി അറിഞ്ഞൂടാ, പക്ഷേ എവിടെയൊക്കെ കിട്ടി. പക്ഷേ അത് സംഭവം കൊള്ളാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതിൽ കൊള്ളാം. നമ്മളൊരു 1 വീക്കായിട്ട് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അപ്പം നൈറ്റ് ഒരു 7:30 മുമ്പേ നമ്മൾ എന്താ പാൽ മാത്രം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം. ഇതിങ്ങനെ പറഞ്ഞു, നമുക്ക് പാല് മാത്രം കുടിക്കാം കുറച്ച് ദിവസത്തേക്ക്, എക്സസൈസ് റെഗുലർ ആയിട്ട് നടക്കണില്ല. ആദ്യം നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ടു. പക്ഷെ രാവിലെ എണീക്കുമെങ്കിൽ പോലും എക്സസൈസ് പരിപാടി നടക്കാറില്ല അത്ര കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് കേക്ക് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് വൈകുന്നേരങ്ങളിൽ ഡിന്നറായിട്ട് പാല് മാത്രം കുടിക്കാം. ബിഫോർ 7:30 ആണ് നമ്മൾ അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷെ അത് പാല് മാത്രം ആക്കാം എന്നുള്ള ലൈറ്റായിട്ടുള്ള രീതിക്ക്. അപ്പോൾ വേണമെങ്കിൽ ഒരു ബിസ്ക്കറ്റൊക്കെ ഞാൻ കൂടെ കഴിക്കും, മില്ലറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും, അല്ലാണ്ട് വേറെ ഹെവി സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തായാലും വിശക്കും, ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരിക്കും, കേക്ക് എന്നാൽ അത് പാല് മാത്രം കുടിച്ചാൽ അതിനൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്താലല്ലേ അറിയുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ പാല് ട്രൈ ചെയ്ത് നോക്കിയപ്പം സംഭവം വർക്കാവുന്നുണ്ട്. രാവിലെ അപ്പോൾ വെളുപ്പിനെയൊക്കെ എണിക്കുമ്പോൾ ക്ഷീണം വരുന്നില്ല. മറ്റേത് എനിക്ക് വെളുപ്പിന് എണീക്കുമ്പോൾ ഒരു ടയേർഡ്നെസ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് അല്ല. പക്ഷേ ഇത് ശീലിച്ച ശേഷം സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എണീക്കാനും വലിയ പാടില്ല, എണീക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസ് പിന്നെ ഒരാഴ്ച കൊണ്ട് വെയിറ്റ് പെട്ടെന്ന് കുറയില്ല. പക്ഷേ ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്തായാലും വർക്കിംഗ് ആണ്. അതും പാല് മാത്രം നമ്മൾ രാത്രി കുടിക്കണം, പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. അപ്പം സംഭവം സെറ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇതാകുമ്പോൾ വേറെ മെനക്കേടൊന്നുമില്ലല്ലോ. ഒരു ഗ്ലാസ് പാല് കുടിക്കുക, ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉറങ്ങും, മാക്സിമം ഒരു 9 അതിന് മുന്നേ ഉറങ്ങും. രാവിലെ നമ്മൾ നേരത്തെ എണീക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വേറെ മെനക്കേടൊന്നും ഇല്ല, എക്സസൈസ് ഇല്ല, ദേഹാനങ്ങണ്ട, ഒന്നും ചെയ്യണ്ട, ദേഹാനങ്ങണ്ട, അതാണ് ഏറ്റവും വലിയ കാര്യം. പാല് മാത്രം കുടിക്കുക, രാവിലെ എണീക്കുക, സത്യമായിട്ട് വെയിറ്റ് പറയും. എന്തുകൊണ്ടും ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് ചായ കുടിക്കുന്നത് ബിക്കോസ് നമ്മുടെ ഇച്ചിരി ടൈമിംഗ് ഒന്ന് മാറിപ്പോയി. എനിക്ക് ക്ലാസ്സൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങോട്ട് കുറേ ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ടൈമിംഗ് മാറിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ ചായയാണ് കുടിക്കുന്നത്. പിന്നെ ഈ നൈറ്റ് ഡിന്നർ ഒരു 7:30 മുമ്പ് കഴിക്കുവാണെങ്കിൽ നല്ല വിശപ്പ്, തീരെ വിശപ്പ്, എന്നെ പോലൊക്കെ നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ പാലും ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലേ? പറ്റും നമ്മളെ കൊണ്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ചു പറ്റില്ല, കാരണം എനിക്ക് രാത്രിയാകുമ്പോൾ വിശക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയതാ, വിശപ്പാണെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി അങ്ങനെ വിശക്കില്ല, നമ്മുടെ തോന്നലാണ് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. പക്ഷെ ആക്ച്വലി പറ്റും, പാല് മാത്രം കുടിച്ചാൽ മതി, അത് ഓക്കെയാണ്. സത്യം. പിന്നെ വേണേലും ബിസ്ക്കറ്റ് എല്ലാ ദിവസവും നമ്മൾ കഴിക്കാറില്ല, ചിലപ്പോൾ മാത്രമേ ഇടയ്ക്കൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. മിക്കവാറും പാല് മാത്രം കുടിച്ചിട്ട് കിടക്കാറുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴമൊക്കെ, രസതിൽ പഴമൊക്കെ ഒരെണ്ണമൊക്കെ അങ്ങനെ. പിന്നെ മോർണിംഗ് എണീക്കുമ്പോഴും അത്ര ടൈർനെസ് ഒന്നുമില്ല, ഒരു ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റുന്നുണ്ടല്ലേ? അതെ, ഫ്രഷ് ആയിട്ട് എണീക്കാനും പറ്റും. എണീച്ച് കഴിഞ്ഞ ഒരു ഇതുണ്ട്, മറ്റേ ഒരു താങ്ങി തൂങ്ങി ഒന്നും പമ്പറ കറങ്ങി പറഞ്ഞിട്ട് പെട്ടെന്ന് എണീക്കും. പിന്നെ വേറെ സംഭവം ആഫ്റ്റർ മാരേജ് പഠിച്ച ലെസൺ എന്താ വെച്ചാൽ, ഇപ്പം പാൽ മാത്രം കുടിക്കുവാണെങ്കിൽ പാത്രങ്ങളൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുഡ് ഉണ്ടാക്കണ്ട, വാഷ് ചെയ്യേണ്ട പാത്രങ്ങൾ. അപ്പൊ സോ ഗുഡ് ഫോർ അസ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കൊള്ളാം, അടിപൊളിയാണ് സംഭവം. അപ്പം ഈറ്റ് ലൈക്ക് എ ബെഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? 1 മാസം എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. എനിക്ക് തന്നെ ഇച്ചിരിയൊക്കെ വയറൊക്കെ കുറഞ്ഞ ഡിഫറൻസ് ഉണ്ട്. കേക്ക് എന്നെക്കാളും മുന്നേ ഇത് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ കേക്ക് വയറൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവർക്ക് പിന്നെ പേട ബട്ടർ ബണ്ണൊക്കെ വേണം ഡെയിലി. ഇന്ന് പോയി ഞാൻ ജിജിലി എംടി സ്റ്റോക്ക് ആയതുകൊണ്ട് കൊള്ളാം. പക്ഷെ കോഫി ബട്ടർ ബൺ നല്ല കോമ്പിനേഷനാണ്. ഓ അപ്പം ഇതാണ് കൂട്ടുകാരെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് റിവീലിംഗ് ഓഫ് ഡിന്നർ സീക്രട്ട് ഫോർ വെയിറ്റ് ലോസ്.
എന്താ പറയാ, വെയിറ്റ് ലോസ് ആൻഡ് സിമ്പിൾ ട്രിക്ക്. ജോലി ലോസ്. ജോളി ലോസ് അല്ല അങ്ങനെയല്ല, ജോലി ലെസ്. ജോലി കുറവ്. രാത്രി അപ്പൊ 2-3 പാത്രം, 2 ഗ്ലാസ്, പിന്നെ പാല് കാച്ചുന്ന പാൽപാത്രം. ഞാൻ തേക്കി തേക്കടാ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. ഇത് ആക്ച്വലി ഒരു സിമ്പിൾ ട്രിക്കാണ്, ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് ഉറപ്പാണ്. അതെ, റിസൾട്ട് ഉറപ്പാണ്. എക്സാമ്പിൾ അല്ല, എന്തോന്നു എക്സാമ്പിൾ അല്ലേ, ഗ്യാരണ്ടി ഞാനാണ്, ഗ്യാരണ്ടി. മുമ്പത്തെ ഫോട്ടോ നമ്മുടെ ബാക്കി വ്ളോഗ് നോക്കിയാൽ കാണാം. അതില് വയറുണ്ട്, ഇതില് വയറ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ആൻഡ് മൈൻഡ് ഈസ് പ്രസ്.